ഒരു ഉദ്യോഗസ്ഥൻ സാധാരണഗതിയിൽ ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്. ഒരു വകുപ്പിന് കീഴിലുള്ള ഒരു സംവിധാനത്തിലുണ്ടാകുന്ന പിഴവ് വിദ്യാഭ്യാസ വകുപ്പിനെ മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യം, KSEBയെ മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യം, തദ്ദേശ വകുപ്പിനെ മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഈ നിലയ്ക്കല്ല ഇവിടെ എല്ലാ വകുപ്പുകൾക്കും എല്ലാ മനുഷ്യർക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്, എല്ലാ വ്യക്തികൾക്കും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. അത് ഒന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ ഉത്തരവാദിത്തമുള്ള നിർബന്ധിതമായ ഉത്തരവാദിത്തമുള്ള സ്ഥാപനങ്ങൾക്ക് ഈ തരത്തിലുണ്ടാകുന്ന വീഴ്ചയെ എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക? നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്ത് പൊതുവെയും പരിശോധിച്ചാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിധിയിൽ മാത്രം വരുന്ന പ്രശ്നങ്ങളായി പരിമിതമായിട്ടുള്ള കാര്യങ്ങളെ ഉണ്ടാവും. ഇപ്പോൾ കെട്ടിട നിർമ്മാണവും അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പുണ്ട്. അതിലെ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിരവധി വകുപ്പുകളുടെ ഏകോപനമാണ് ഒരു ഭരണ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റി സ്കൂളിൽ ചേർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ബോർഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുത്തു. അവിടെ ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞതുപോലെ അപകട സാധ്യതയുണ്ട് എന്ന് നമ്മളാരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അപകട സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണല്ലോ മാനേജ്മെൻറ്റ് ഈ ഇലക്ട്രിക് ലൈൻ മാറ്റണം, അല്ലെങ്കിൽ അത് സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇലക്ട്രിസിറ്റി ബോർഡ് അതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ അതിനാവശ്യമായിട്ടുള്ള പണം കെട്ടിവെക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. അപ്പോൾ അറിയാതെ ഉണ്ടായിട്ടുള്ളൊരു സംഭവമല്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ വിവിധ വകുപ്പുകൾ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പഞ്ചായത്ത്, മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള PTA കമ്മിറ്റി അടക്കമുള്ള വിവിധ ഏജൻസികളുടെ സംയുക്തമായിട്ടുള്ള യോഗം ഇതുമായി ബന്ധപ്പെട്ട് കൂടുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ്? സ്കൂളിൻ്റെ സുരക്ഷിതത്വവും കുട്ടികളുടെ സുരക്ഷയുമൊക്കെ ഉറപ്പുവരുത്താൻ ഉതകുന്ന സംവിധാനം അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പായി ക്രമീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഏകോപനം പരിശോധിക്കേണ്ടതാരാണ്? വിദ്യാഭ്യാസ വകുപ്പാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിനാണ് ഇതിൻ്റെ നോഡൽ ഏജൻസി അല്ലെങ്കിൽ നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ജില്ലാ എഡ്യൂക്കേഷണൽ ഓഫീസർ. ഞാൻ ഒരു കാര്യം കൂടി പറയണം. നേരത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥരില്ല എന്ന പരാതി നേരത്തെ പരാമർശിക്കപ്പെട്ടു. കൊല്ലം ജില്ലയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മെയ് ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്ന അവധി കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ മാസത്തിൽ കൊല്ലം ജില്ലയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉണ്ടായിരുന്നില്ല. ഈ സ്കൂളുകളുടെയൊക്കെ ഫിറ്റ്നസ് അടക്കം അധ്യയന വർഷം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണപരമായ ഒരുപാട് നടപടികൾ നിർവഹിക്കേണ്ട അല്ലെങ്കിൽ പൂർത്തീകരിക്കേണ്ട ഘട്ടത്തിൽ അതിൻ്റെ നോഡൽ ഓഫീസറായി പ്രവർത്തിക്കേണ്ടുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മാസങ്ങളുണ്ടായിരുന്നില്ല. RYFിൻ്റെ പ്രവർത്തകരടക്കം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരടക്കം ഓഫീസിനകത്ത് തള്ളിക്കയറി പ്രശ്നമുണ്ടാക്കി ബഹളമുണ്ടാക്കി നിരവധി പേർ റിമാൻഡ് ചെയ്യപ്പെട്ടു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഒഴിഞ്ഞു കിടക്കുന്ന ഗുരുതരമായിട്ടുള്ള അനാസ്ഥയ്ക്കെതിരായിട്ടാണ് അന്ന് യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ RYF ഉൾപ്പെടെയുള്ളവർ ഈ ഓഫീസിനകത്ത് കയറി ബഹളമുണ്ടാക്കി 4 ദിവസം അവർ റിമാൻഡ് ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ 2 ആഴ്ചയ്ക്ക് മുമ്പോ 2-3 ആഴ്ചയ്ക്ക് മുമ്പാണ് കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ഓഫീസർ നിയമിച്ചത്. ഇതെല്ലാം ഭരണ സംവിധാനത്തിൻ്റെ കാര്യക്ഷമതയില്ലായ്മയും വീഴ്ചയുമല്ലേ? മെയ് ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്ന കാലയളവിൽ ഒരുപാട് പാഠപുസ്തകങ്ങൾ എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെട്ട് പ്രവർത്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോഡൽ ഓഫീസായ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നാഥനില്ലാ കളരിയായിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നത്, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സർവീസ് സംഘടനകളുടെ പ്രതിനിധികൾ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടാണ് പ്രത്യക്ഷമായ സമരത്തിലേക്ക് പോകാൻ സന്നദ്ധമാകുന്നതും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ സ്കൂൾ വർഷം ആരംഭിച്ച ഒരു മാസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ നിയമിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊക്കെ അക്കൗണ്ടബിൾ ആകേണ്ടത് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഈസ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, അനാസ്ഥ ഉണ്ടാകുമ്പോൾ, പോരായ്മ ഉണ്ടാകുമ്പോൾ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സുഗമമായ നിലയിൽ നമ്മുടെ നാടിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഉത്തരവാദിത്വമുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഏകോപനത്തിൻ്റെ വീഴ്ചയുണ്ടാകുമ്പോൾ, വകുപ്പുകളുടെ അനാസ്ഥ ഉണ്ടാകുമ്പോൾ, മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് നിഷേധാത്മകമായിട്ടുള്ള നിലപാടുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ കാര്യത്തിൽ പ്രതികരിക്കും.
പ്രതിഷേധങ്ങൾ രൂപപ്പെടും. ആ പ്രതിഷേധങ്ങളെയും പ്രതികരണങ്ങളെയും ഉൾക്കൊള്ളുകയും സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. ഇപ്പോൾ ശ്രീ ഡോക്ടർ അരുൺകുമാർ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ കേട്ടില്ല, റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് ശ്രദ്ധിച്ചില്ല. ആ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അടിയന്തരമായി ഹെഡ് മിസ്ട്രസിനെയും പ്രിൻസിപ്പലിനെയും സസ്പെൻഡ് ചെയ്യണമെന്നാണ്. എന്താ മാനേജ്മെന്റിനെ കുറിച്ച്? ഇവിടെ അവിതർക്കിതമായിട്ടുള്ള ഒരു കാര്യമല്ലേ, തർക്കരഹിതമായിട്ടുള്ള ഒരു കാര്യമല്ലേ? 8 വർഷം മുമ്പ് ഒരനുമതിയും കൂടാതെ, ഗവൺമെന്റിന്റെ ഒരു ഉത്തരവും കൂടാതെ ഏകപക്ഷീയമായി മാനേജ്മെന്റ് ഒരു അഡീഷണൽ സ്ട്രക്ചർ, ഒരു ഷെഡ് നിർമ്മിച്ചു എന്നുള്ളത്. ആ ഷെഡ് നിർമ്മിച്ചതാണെങ്കിൽ നിലവിലുള്ള മുഴുവൻ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനം നടത്തിക്കൊണ്ട് ഈ പറയുന്ന 3 ലൈൻ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതിന് തൊട്ടു താഴെ ഒരു ഷെഡ് നിർമ്മിച്ചു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ മാനേജ്മെന്റിനെ കുറിച്ച് പ്രത്യക്ഷത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ വീഴ്ച വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഹെഡ് മിസ്ട്രസ്, പ്രിൻസിപ്പൽ തീർച്ചയായിട്ടും സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിന്റെ ഹെഡ്, ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഹെഡ് മിസ്ട്രസും ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പളുമാണ്. റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല. അതോടൊപ്പം തന്നെ ഇതിന്റെ ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്.